നമസ്കാരം കൂട്ടുകാരെ, കണ്ണനും ചിറ്റ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സാമ്പാറാണ് കേട്ടോ. സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് കുക്കറിൽ വേവിക്കുകയാണ്. കുക്കറിൽ ഡയറക്റ്റ് ഇടാതെ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാത്രം വെച്ച് ആ പാത്രത്തിലും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കും. പരിപ്പ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കും. അത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അലക്കി വന്നപ്പോഴേക്കും അമ്മ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചതുകൊണ്ട് എനിക്ക് സൗകര്യമായി. അതിൽ ഒരു സവാളയും 2 പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പച്ചക്കറി കഷ്ണങ്ങൾ വേവാൻ വേണ്ടി ഇപ്പുറത്തെ സ്റ്റൗവിൽ വേറൊരു പാത്രത്തിലായിട്ട് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വിസിലടിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു 4 വിസിലൊക്കെ പോകുമ്പോഴേക്കും പരിപ്പ് വെന്ത് കിട്ടും. നമ്മുടെ കഷ്ണങ്ങൾ വേവുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കാം. എന്നിട്ട് അതങ്ങനെ മൂടി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കേണ്ട കഷ്ണം വെന്തോ. ഇപ്പുറത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം തക്കാളി, വെണ്ടയ്ക്ക ഇത് രണ്ടും ഞാൻ കഷ്ണങ്ങൾ വേവിക്കണതിൻ്റെ ഒപ്പമല്ല ഇടുക. അതൊന്ന് വഴറ്റിയിട്ടാണ് ഇടുക. നമ്മുടെ പരിപ്പ് വെന്തവിടെ ഇരിക്കണ വേണ്ട. ഇനി നമ്മൾ ഇപ്പോൾ ചീനച്ചട്ടി വെച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഇത്രയും ഒന്ന് ചൂടാക്കി എടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടൊന്ന് ചൂടാക്കി എടുക്കും. ഇത് ചൂടാക്കുമ്പോൾ തന്നെ നല്ലൊരു സാമ്പാറിൻ്റെ മണമൊക്കെ അടുക്കളയിൽ വരും. അപ്പോൾ അതൊന്ന് തീ കുറച്ചിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. ചുമച്ച് പണ്ടാരടങ്ങി പോവും. അപ്പോൾ തീ കുറച്ച് സിമ്മിലിട്ടിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. അത് ചൂടാക്കിയതൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ അതേ ചീനച്ചട്ടി തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ആദ്യം വെണ്ടയ്ക്ക ഇട്ട് ഇടണം. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് നല്ല രീതിയിൽ വഴണ്ട് വരട്ടെ. വഴണ്ട് വരുമ്പോഴേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച പൊടി ഉണ്ടല്ലോ, ആ പൊടി തണുത്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വാളംപുളിയുടെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരിക. അപ്പോഴേക്കും ഈ വെന്ത പരിപ്പും കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അരച്ചു കൊണ്ടുവന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നേരത്തെ വറുത്ത പൊടികളെല്ലാം കൂടി അരച്ച് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ സാമ്പാറിന് ഒരു കളറൊക്കെ വരും കേട്ടോ. പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ വെണ്ടയ്ക്ക് ഇട്ടു, പക്ഷെ തക്കാളി ഇട്ടിട്ടില്ല. അപ്പോൾ തക്കാളിയും കൂടി വഴറ്റി, തക്കാളി ഭയങ്കരമായിട്ടൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇടുക. അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക. ഉപ്പ് ഇട്ടിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കണ കായപ്പൊടിയാണ്. കായപ്പൊടി സാമ്പാറിന് നല്ലൊരു മണവും രുചിയും ഒക്കെ തരുന്നത് ഈ കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി നല്ലോണം ഇട്ടോളൂ കേട്ടോ. കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല. സാമ്പാർ ഒന്ന് താളിക്കണം. എന്ത് ചെയ്യണം? പാൻ വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകും ഉലുവയും കൂടി ഇടാം. ഉലുവയും കടുകും കൂടി ഇട്ടപ്പോഴേക്കും ഞാൻ അടുക്കളയിൽ നിന്ന് ഓടേണ്ട അവസ്ഥയെ പൊട്ടിത്തെറിച്ചു. എന്നിട്ട് അത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് താളിക്കുക. എന്നിട്ടത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ കണ്ണനെ വിളിക്കാം. കണ്ണ, ചിറ്റ ഉണ്ടാക്കിയ സാമ്പാറാണ്. അപ്പോൾ നീ ഇത് ഊതി കുടിച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഊതിക്ക്, നല്ലോണം ഊതിക്ക്, കൈ കൊള്ളുമല്ലെങ്കിൽ. ഇനി വലത്തെ കൈ കാണിച്ചേ. വലത്തെ കൈ ഏതാ? വലത്. ചൂടുണ്ടോ എന്ന് പറയണോ കേട്ടാ. ഇങ്ങോട്ട് ചോദിക്കേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? എന്നാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.